തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDFിൻ്റെ അവിശ്വാസ നീക്കത്തിൽ LDF നിലപാട് നിർണായകമാകുന്നു. ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് LDF നേതാക്കൾ പ്രതികരിക്കുന്നത്. നിലവിൽ NDAയ്ക്ക് ഒപ്പമുള്ള സ്വതന്ത്ര നീക്കങ്ങളും നിർണായകമായിരിക്കും. അവിശ്വാസ പ്രമേയ നീക്കങ്ങൾക്കിടെ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതനെ തിരിച്ചു കൊണ്ടുവരാൻ നീക്കങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയർ VV രാജേഷ്. ജിബിൻ JB ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു തലസ്ഥാനത്ത് നിന്ന്. പറയൂ ജിബിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എസ്കിന്ന തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭരണ സ്തംഭനം ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് UDF ഇപ്പോൾ ഈ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്ന ആലോചനയിലേക്ക് UDF എത്തുകയും അതിൽ അന്തിമ തീരുമാനമാവുകയും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇനി നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് LDF ആണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരം LDFിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറഞ്ഞത് ഇത് രാഷ്ട്രീയമായി തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ്, അതിലൊരു ആലോചന ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് LDF നേതാക്കൾ വ്യക്തമാക്കിയത്. അതായത് ഒന്നിച്ച ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. നമുക്കറിയാം, നിലവിലെ കക്ഷിനില എന്ന് പറയുമ്പോൾ NDAയ്ക്ക് 50, LDFന് 29, UDFന് 20, അതുപോലെ 2 സ്വതന്ത്രന്മാർ. ഇതിൽ ഒരു സ്വതന്ത്രൻ എന്ന് പറയുന്നത് നിലവിൽ NDAയോടൊപ്പമാണ്, മറ്റൊരു സ്വതന്ത്രൻ UDFനൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഈ NDAയോടൊപ്പം നിൽക്കുന്ന സ്വതന്ത്രന്റെ നീക്കങ്ങളായിരിക്കും ഇനി നിർണായകമായിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം LDFും UDFും ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്വതന്ത്രന്റെ കൂടി സപ്പോർട്ട് അവർക്ക് അനിവാര്യമായിട്ടുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതൻ ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തെ കാപ്പ ചുമത്തി ജയിലാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും ഈ ജയിലിലായതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തെ കൂടി സത്യപ്രതിജ്ഞയ്ക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിന്റെ അതുപോലെ തന്നെ BJP നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് സജീവമായിരിക്കുന്നത്. കാരണം ഈ ഉപദേശക സമിതി, കാപ്പ ഉപദേശക സമിതി ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. ഈ ഒരു കാപ്പ ലഘൂകരിച്ചുകൊണ്ട് അതിവേഗം തന്നെ ജയിലിൽ നിന്ന് എത്തിച്ച് സത്യപ്രതിജ്ഞയെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ഈ കാപ്പ ഉപദേശക സമിതിയിൽ നിന്ന് ഇതുവരെയും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു നിയമ പോരാട്ടത്തിന് വേണ്ടി കൂടി ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷും BJP നേതൃത്വം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായാലും അതിലൊരു കാലതാമസം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസം വന്നതിന് ശേഷം 14 ദിവസം മാത്രമാണ് ഇനി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഈ 14 ദിവസത്തിനുള്ളിൽ സുഗതനെ ഇങ്ങോട്ടേക്ക് എത്തിച്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ ഒരു ചോദ്യം കൂടിയാണ് നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ സുഗതന് സത്യപ്രതിജ്ഞയ്ക്കായി എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFും LDFും ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഭരണ അട്ടിമറിക്കുള്ള സാധ്യത കൂടി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിലുള്ള ആ സ്വതന്ത്രന്റെ തീരുമാനം ഇതിൽ നിർണായകമായിരിക്കും. 2 സ്വതന്ത്രന്മാരാണ് ഉള്ളത്. അതിൽ ഒന്ന് ഈ UDFിന്റെ ഒരു വിമത സ്ഥാനാർത്ഥിയായിരുന്നു സുധീഷ് എന്ന് പറയുന്ന പൗണ്ടുകടവിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം വിജയിച്ചതിന് ശേഷം വീണ്ടും UDF ക്യാമ്പിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ NDAയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സ്വതന്ത്രനുണ്ട്. നേരത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെയൊക്കെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നിലവിൽ NDAയ്ക്കൊപ്പമാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ UDFും LDFും ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം നിൽക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും UDFും LDFും ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ കൂടി സജീവമാക്കിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ LDFിന്റെ പ്രതികരണമായിരുന്നു അതിൽ ശ്രദ്ധേയം. കാരണം കഴിഞ്ഞ ദിവസം ഈ UDFിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം എന്നുള്ള ഒരു തീരുമാനമായത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ LDF നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ഇത് രാഷ്ട്രീയപരമായി നിലപാടെടുക്കേണ്ട ഒരു വിഷയമാണ്, പക്ഷേ അതിൽ തന്നെ രാഷ്ട്രീയമായി തീരുമാനം എടുക്കും, ഒരു ആലോചന നടക്കുമെന്നുള്ള ഒരു കാര്യം LDFിന്റെ പ്രതിപക്ഷ നേതാവ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള SP ദീപക് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി LDFിന്റെ സംസ്ഥാന നേതൃത്വമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ 29-ാം തീയതി നടക്കുന്ന കൗൺസിൽ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച ഉള്ള നീക്കങ്ങൾ നടക്കുക. 29-ാം തീയതി കൗൺസിൽ യോഗം ചേരുകയാണ്. അതിനുള്ള അജണ്ടകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്, അത് മുന്നോട്ട് വച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ മേയർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 29-ാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിൽ UDFിന്റെ വലിയൊരു സമരവും പദ്ധതിയും ഇട്ടിട്ടുണ്ട്. അതുപോലെ നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി LDFിന്റെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം കൂടി നടന്നു വരികയാണ്. അതിന് ഇടയിലാണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനി അറിയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നാണ്. UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ LDF ഒപ്പം നിൽക്കുമോ? അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ, സ്വതന്ത്രൻ കൂടി ഈ മുന്നണിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഈ അട്ടിമറിക്കുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യുക. എന്തായാലും 29-ാം തീയതി നടക്കുന്ന കൗൺസിൽ യോഗത്തിലായിരിക്കും ഇതൊക്കെ വ്യക്തമാവുകയും ചെയ്യുക. താങ്ക് യു ജിബിൻ JB. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.